ശക്തമായ മഴയിൽ കോഴിക്കോട് തോട്ടുമുക്കത്ത് വീടിന്റെ മേൽക്കൂര തകർന്നു വീണു. തോട്ടുമുക്കം തരിയോട് വല്ലാക്കൽ നഫീസയുടെ വീടാണ് ഇന്ന് ഉച്ചയോടെ തകർന്നത്. നഫീസയും 2 കുട്ടികളുമാണ് വീട്ടിലുണ്ടായിരുന്നത്. തൊട്ടിലിൽ ഉറങ്ങുന്ന കൈക്കുഞ്ഞ് തലനാഴിരയ്ക്കാണ് രക്ഷപ്പെട്ടത്. സംഭവിച്ച പെട്ടെന്ന് വീണ ഒച്ച കേട്ടത്. അതിൽ കുട്ടീനെ എടുത്ത് ഓടിയതാണ്. അങ്ങനെ ഞങ്ങൾ പുറത്ത് നോക്കി നന്നായിട്ട് ഡിമ്മായിന്. പുറത്ത് കണ്ട് ഇറങ്ങിയില്ല, നോക്കി ഡിമ്മായി പോയിന്. കുട്ടി തൊട്ടിലേൽ കിടക്കേന്. അപ്പൊ കുട്ടീനെ എടുത്ത് കണ്ട് ഇറങ്ങിയതാണ്. ഇനിയിപ്പോ എന്തെങ്കിലും ചെയ്തിട്ടണല്ലോ. അഖില CP വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അഖില, അമ്മ പറയുന്നുണ്ട് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാണെന്ന്. ഒരു കുഞ്ഞൊക്കെ ഉണ്ടായിരുന്നു, ആ സമയത്ത് വീടിനകത്ത് ഉറങ്ങുകയായിരുന്നു. മറ്റേതെങ്കിലും ഇത് എന്താണ്, എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? ആര്യ, ഏകദേശം ഇന്ന് ഉച്ചയ്ക്ക് 2:30 കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ആര്യ സൂചിപ്പിച്ചതുപോലെ നഫീസയുടെ സമയോചിതമായ ഇടപെടൽ കൊണ്ട് മാത്രമാണ് 3 ജീവനുകൾ രക്ഷിക്കാനായത്. ഇന്നലെ മുക്കം പ്രദേശത്ത് കൊടിയത്തൂർ ഭാഗത്തെല്ലാം ശക്തമായ മഴ ലഭിച്ചിരുന്നു. ഇന്ന് അധികം മഴ ഇല്ലെങ്കിൽ പോലും ഇന്നലെ ലഭിച്ച മഴയുടെ ഫലമായിട്ടായിരിക്കാം ഇത്തരത്തിൽ മേൽക്കൂരയ്ക്ക് ഒരു ബലക്ഷയം വന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് മേൽക്കൂര തകർന്നു വീണത്. അപ്പോൾ വീട്ടിൽ നഫീസയും 2 കുട്ടികളും മാത്രമേ ഉള്ളൂ. ഒരു കുട്ടി തൊട്ടിലിൽ കിടന്നുറങ്ങുകയായിരുന്നു. അപ്പോൾ ഈ മേൽക്കൂര തകരുന്നതിന്റെ സൂചനയായി വലിയ രീതിയിലുള്ള ഒരു ശബ്ദം കേട്ടിരുന്നു. ആ ശബ്ദം വന്നതിന്റെ പിറകെയാണ് നഫീസ ഈ തൊട്ടിലിൽ ഇരുന്ന കുഞ്ഞിനെയും കൂടി എടുത്ത് പുറത്തേക്ക് ഓടുന്നത്. അപ്പോൾ ഈ തൊട്ടിലിൽ കിടന്ന കുട്ടി കിടന്നിരുന്ന റൂമും ഹാളും എല്ലാം ഭാഗികമായും അതിന്റെ മേൽക്കൂരയെല്ലാം പൂർണ്ണമായും തകരുന്നുണ്ട്. അപ്പോൾ നഫീസയുടെ സമയോചിതമായ ഇടപെടൽ കൊണ്ട് മാത്രമാണ് 3 ജീവനുകൾ രക്ഷപ്പെട്ടത്. മാത്രമല്ല, ഈ വീടിന്റെ മേൽക്കൂര വളരെ പഴക്കം ചെന്ന മേൽക്കൂര കൂടിയാണ്. അപ്പോൾ ഇന്നലെ പൂർണ്ണമായ രീതിയിൽ അവിടെ മഴയായിരുന്നു. അതായത് രാവിലെ 7 മണി മുതൽ ശക്തമായ മഴ മലയോര പ്രദേശത്തുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടായിരിക്കണം മേൽക്കൂരയ്ക്കെല്ലാം ബലക്ഷയം വന്നത്.